കുട്ടികളുടെ എണ്ണത്തിൽ നൈജീരിയയ്ക്ക് തൊട്ടു പിന്നിലായി 2ാം സ്ഥാനത്ത് ഇന്ത്യ. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtussis വാക്സിൻ അല്ലെങ്കിൽ മറ്റ് പതിവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഒന്നും തന്നെ എടുത്തിട്ടില്ലാത്ത കുട്ടികളാണ് സീറോ ഡോസ് കുട്ടികൾ. ഒരു രാജ്യത്തെ ആരോഗ്യ മേഖലയിലെ സേവനത്തിൽ വന്നിട്ടുള്ള വിള്ളലാണ് ആ രാജ്യത്തെ സീറോ ഡോസ് കുട്ടികളുടെ എണ്ണം എടുത്തു കാണിക്കുന്നത്. ഇന്ത്യയിൽ 1.44 ദശലക്ഷം കുട്ടികൾക്ക് 2023 ഒരു പതിവ് വാക്സിനേഷനും ലഭിച്ചിട്ടില്ല. അസമിൽ 24 ദശലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ ഇലകൾ കണ്ടെത്തി ശാസ്ത്രജ്ഞർ. ലക്നൌവിലെ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോ സയൻസസിലെ ഗവേഷണ സംഘമാണ് പരിശോധനയിലൂടെ ഈ ഫോസിലുകൾ കണ്ടെത്തിയത്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന സസ്യങ്ങളുടെ ഇലകളുടെ ഫോസിലാണ് ഗവേഷക സംഘത്തിന് ലഭിച്ചത്. ഇത് ഉത്തരേന്ത്യയും പശ്ചിമഘട്ടവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഉഷ്ണമേഖലാ സസ്യജാലങ്ങളായ നെതോപീജിയയുമായി ഈ ഫോസിലുകൾക്ക് ബന്ധമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറിയായി ആറളത്തെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് കണ്ടെത്തിയ 327 തരം ചിത്രശലഭങ്ങളിൽ 266 തരം ശലഭങ്ങളെ ആറളത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 27 സഹ്യപർവ്വത മേഖലകളിൽ മാത്രം കാണുന്ന അപൂർവ ഇനമാണ്. ആറളം വന്യജീവി സങ്കേതത്തിൽ കാണുന്ന ചിത്രശലഭങ്ങൾ സസ്യവൈവിധ്യത്തിന്റെ സൂചകമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ നടക്കുന്ന ആൽബട്രോസ് ശലഭങ്ങളുടെ വാർഷിക ദേശാടനമാണ് ആറളം വന്യജീവി സങ്കേതത്തിന്റെ പ്രധാന ആകർഷണം. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ MS ധോണിയെ ICC ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ ക്രിക്കറ്റിൽ ഏറെ സംഭാവനകൾ നൽകിയ മികച്ച കളിക്കാർക്ക് ICC നൽകി വരുന്ന അഭിമാനകരമായ അംഗീകാരമാണ് ഹാൾ ഓഫ് ഫെയിം. 2004 അരങ്ങേറ്റം കുറിച്ച ധോണി 2007 ഇന്ത്യയുടെ ക്യാപ്റ്റനായി ചുമതലയേറ്റു. 2007 T20 ലോകകപ്പ്, 2011 ഏകദിന ലോകകപ്പ്, 2013 ചാമ്പ്യൻസ് ട്രോഫി എന്നിവയിൽ ഇന്ത്യൻ ടീമിനെ കിരീടങ്ങളിലേക്ക് നയിച്ചതും അദ്ദേഹമാണ്.